വിവാഹം, ജനനം, മരണം എന്നിവയൊക്കെ രജിസ്റ്റർ ചെയ്യാൻ, ഭൂമി ഇടപാടുകൾ നടത്താൻ ഇനി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കയറിയിറങ്ങേണ്ട കാര്യമില്ല. കാരണം കെ-സ്മാർട്ട് എന്ന ആപ്ലിക്കേഷനിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്മാർട്ട് ആവുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷനാണ് ഈ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോകാതെ തന്നെ അപേക്ഷകളും പരാതികളും ഓൺലൈനായി നൽകാനും അവയുടെ സ്റ്റാറ്റസ് അറിയാനും സാധിക്കും. അപേക്ഷയോ പരാതിയോ നൽകിയാൽ അവയുടെ രസീതും അപേക്ഷകന്റെ വാട്സപ്പിലും ഇമെയിലിലും ലഭിക്കും. അപേക്ഷിക്കുന്ന സേവനങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും ഇത്തരത്തിൽ വാട്സപ്പിൽ വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. കെ-സ്മാർട്ടിലൂടെ പ്ലോട്ടുകളുടെയും കെട്ടിടങ്ങളുടെയും വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് കെട്ടിടങ്ങളുടെ പെർമിറ്റുകൾ വേഗത്തിൽ ലഭ്യമാകും. സ്വന്തം ഭൂമിയിൽ എന്തെല്ലാം തരത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമെന്ന വിവരവും ആപ്പിലൂടെ ലഭിക്കും. കെട്ടിട നിർമ്മാണത്തിനായി സമർപ്പിക്കുന്ന പ്ലാനുകൾ ചട്ടപ്രകാരമാണോ തയ്യാറാക്കിയത് എന്ന് സോഫ്റ്റ്വെയർ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തും. തീരപരിപാലന നിയമപരിധി, റെയിൽവേ, വിമാനത്താവള മേഖല, പരിസ്ഥിതി ലോല പ്രദേശം തുടങ്ങിയവയിൽ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനും കെ-സ്മാർട്ടിലൂടെ സാധിക്കും. തുടക്കത്തിൽ ജനന, മരണ, വിവാഹ രജിസ്ട്രേഷൻ, നികുതി അടവുകൾ, കെട്ടിടം പൂർത്തിയായാൽ നമ്പർ, ബിസിനസ് ഫെസിലിറ്റേഷൻ, വ്യാപാര വ്യവസായ ലൈസൻസ്, കെട്ടിട നിർമ്മാണ അനുമതി, പൊതുജനങ്ങളുടെ പരാതി പരിഹാരം, ഫയൽ മാനേജ്മെന്റ്, യൂസർ മാനേജ്മെന്റ്, ഫിനാൻസ് മോഡ്യൂൾ തുടങ്ങിയ സേവനങ്ങളാണ് ലഭിക്കുക. സേവനം വൈകുന്നുവെന്നും ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തുവെന്നുമുള്ള സ്ഥിരം പരാതികൾ കെ-സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം കുറയ്ക്കുവാനും സേവനങ്ങൾ കൃത്യസമയത്ത് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാനും കെ-സ്മാർട്ടിലൂടെ സാധിക്കും. തുടക്കത്തിൽ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് കെ-സ്മാർട്ടിന്റെ സേവനം ലഭിക്കുക. ഏപ്രിൽ 1 മുതൽ മുഴുവൻ പഞ്ചായത്തുകളിലേക്കും ഇത് വ്യാപിപ്പിക്കും. സേവനങ്ങൾ ഡിജിറ്റൽ ആകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം ഒഴിവാക്കുന്നതിന് 1 മാസത്തേക്ക് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ഉണ്ടായിരിക്കും.